പ്രവാസ ലോകത്തെ വിശേഷങ്ങളുമായി വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. 7ാം തവണ UAE-യിലെത്തിയ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ കൂടി സന്ദർശിച്ച് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് തിരിച്ചുപോയി. പ്രധാനമന്ത്രിയോട് ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് 2011 ശേഷം വയലാർ രവി പ്രവാസി മന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ച ഒരു ക്ഷേമ പദ്ധതിക്ക് പിന്നാലെ പ്രവാസികൾക്ക് മറ്റൊരു പദ്ധതി ഉണ്ടായില്ല? ഇത്രയൊക്കെ ഗൾഫ് സന്ദർശിച്ചിട്ടും താങ്കളുടെ 7 അയലത്ത് പോലും പ്രവാസികളുടെ പ്രശ്നങ്ങളില്ല എന്നാണോ? Bharat is proud of you. Bharatam nigandai ortho abhimanikunno unglai partu bharatam peru mai padgirdo. ಭಾರತ ನಿಮ್ಮ ಬಗ್ಗೆ ಹೆಮ್ಮೆ ಪಡುತ್ತದೆ. మీపై భారతదేశం గర్విస్తోంది. एक भारत श्रेष्ठ भारत की सुंदर तस्वीर, आपका ये उत्साह, आपकी आवाज. അബുദാബിയിൽ സംഘടിപ്പിച്ച അഹ്ലൻ മോദി പരിപാടിയിൽ പ്രവാസികൾ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് 4-5 ഭാഷകളിൽ പറഞ്ഞ മോദിജിയോട് അഭിമാനം മാത്രമേ ഉള്ളൂ, പ്രവാസികൾക്ക് മറ്റു പരിഗണനയൊന്നും രാജ്യം നൽകുന്നില്ലേ എന്ന ചോദ്യം ചോദിക്കേണ്ട അവസ്ഥയുണ്ട്. പ്രധാനമന്ത്രിക്ക് UAE-യിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം ഊഷ്മള വരവേൽപ്പാണ് നൽകിയത്. അബുദാബിയിൽ 25,000-ഓളം വരുന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ താൻ 3ാം തവണയും പ്രധാനമന്ത്രിയാവുമെന്ന ആത്മവിശ്വാസമൊക്കെ മോഡി പ്രകടിപ്പിച്ചു. UAE മൊത്തത്തിൽ ഇളക്കി മറിച്ചു. 3ാമത്തെ പ്രാവശ്യം മോഡി വരുന്നതാണ് പറയുന്നത്. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയും. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ മോദിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ ഇത് എന്തായിരുന്നു? നല്ലതായിരുന്നു സാർ, വളരെ നല്ല രീതിയിലായിരുന്നു മോഡിജി. ഭാവി പരിപാടി അദ്ദേഹം പ്രവാസികൾക്കായിട്ട് ഇതിൽ പ്രഖ്യാപിച്ചതും സംസാരിച്ച പരിപാടികൾ കൃത്യമായിട്ട് പറഞ്ഞു. ഭാരത 3ാം ടേം മോഡി വരികയാണെങ്കിൽ 3ാമത് ഇക്കോണമി ആവുമെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറഞ്ഞു. ഇത്രയൊക്കെ ഉള്ളു സാർ. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ സാധിച്ചതിൻ്റെ ആവേശവും ആഹ്ലാദവും ഉണ്ടായിരുന്നു അവിടെ ഒത്തുകൂടിയവരിൽ. വളരെ ഗംഭീരമായിരുന്നു. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ നേരിട്ട് മോദി സാറിനെ കാണാൻ പറ്റിയത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. അത്രയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു. രാവിലെ മുതൽ ഞങ്ങൾ ഡ്യൂട്ടി വരെ ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് അതിനൊരു ഫലം കണ്ടു. മോദിജി പറഞ്ഞു ഇന്ത്യയും UAE-യും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുന്ന ഒരു പ്രവാസി എന്ന നിലയിൽ, പ്രത്യേകിച്ച് UAE-യിൽ സ്ഥിരതാമസം എന്ന നിലയിൽ ഒരുപാട് നന്ദിയുണ്ട്. സന്തോഷമായി. എന്തായാലും ഇന്ത്യ UAE സൗഹൃദം നീണാൾ വാഴട്ടെ എന്ന് ഉദ്ഘോഷിച്ച പ്രധാനമന്ത്രി ഈ സൗഹൃദം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് അറബിയിലും പ്രസംഗിക്കാൻ മറന്നില്ല. അൽ ഹിന്ദ് ബൽ ഇമാറാത്ത് ബി കലം അൽ ജമാൻ വൽ കിതാബ് അദ്ദുനിയ നകുത്ബു ഹിസാബ് ലി മുസ്തഖലബ് അഫ്ദൽ വസദാക ബൈന അൽ ഹിന്ദ് ബൽ ഇമാറത്ത് ഹിയ സർവതനാ അൽ മുസ്തറക ഫിൽ ഹഖീഖ നഹ്നു ഫി ബദയ്യ സൈദാലി മുസ്തഖബൽ ജൈദ. ഈ പ്രസംഗത്തിനിടെ മോദിജി ഒരു കാര്യം കൂടി പറഞ്ഞു. കോവിഡ് കാലത്ത് UAE-യിലെ ഇന്ത്യക്കാരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ ശ്രമിച്ചപ്പോൾ UAE ഭരണാധികാരികൾ കൊടുത്ത ഒരു ഉറപ്പിന്റെ കഥ. ഈ നാട്ടിലുള്ള ഇന്ത്യക്കാരുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നൽകിയ ഉറപ്പിന്റെ ഓർമ്മ. ആ ഉറപ്പ് UAE പാലിച്ചുവെന്ന്
പ്രവാസികൾ സാക്ഷ്യം പറയുന്നുണ്ട്. I am the witness. I was in a hospital for 21 days and today I am standing in front of you without spending a single penny. So I really salute, to the government of UAE, the rulers of UAE and the healthcare, facilities that they provide, irrespective of caste, color, creed, religion, nationality. They treat us all well and they treat us all equal. പണിയെടുക്കാൻ എത്തിപ്പെട്ട ഈ നാട് ഇന്ത്യൻ പ്രവാസികളോട് കാണിക്കുന്ന ഈ കരുതലിൻ്റെ ചെറിയ ശതമാനമെങ്കിലും ജന്മനാട് തിരിച്ചു കാണിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് വയലാർ രവി പ്രവാസി മന്ത്രിയായിരുന്ന കാലത്ത് ബ്ലൂ കോളർ പ്രവാസി തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ഇൻഷുറൻസ് പദ്ധതിക്ക് അപ്പുറത്തേക്ക് നാളിത്രയായിട്ടും ഒരു ക്ഷേമ പദ്ധതി പോലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നില്ല? ഒന്നാം മോദി സർക്കാർ ഇല്ലാതാക്കിയ പ്രവാസി വകുപ്പ് പോലും പിന്നീട് ജീവൻ വെച്ചിട്ടില്ല. യുദ്ധമുണ്ടായപ്പോൾ അഫ്ഗാനിൽ നിന്നും ഉക്രൈനിൽ നിന്നും ഇസ്രായേലിൽ നിന്നുമൊക്കെ പ്രവാസികളെ നാട്ടിലെത്തിച്ചു എന്നതാണ് മോദി സർക്കാർ പ്രവാസികൾക്കായി ചെയ്ത ഏറ്റവും വലിയ കാര്യമായി പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. UAE-യിലും ഇന്ത്യയിലും UPI റുപേ കാർഡ് സേവനങ്ങൾ സുഗമമാക്കുന്ന ജയ്വാൻ പേയ്മെന്റ് സംവിധാനം, ഡിജിറ്റൽ രംഗത്ത് സഹകരണം, അബുദാബിയിൽ IIT-യിൽ പുതിയ കോഴ്സ്, ദുബൈയിൽ ഭാരത് മാർട്ട് നിർമ്മാണം. ഇരു രാജ്യങ്ങളുടെയും സമ്പദ്ഘടനയ്ക്കും വിപണിക്കും ഊർജം പകരുന്ന കരാറുകൾ ഇന്ത്യയും UAE-യും ഒപ്പിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് അബുദാബിയിൽ ഒരു ക്ഷേത്രവും UAE ഭരണാധികാരികൾ യാഥാർത്ഥ്യമാക്കി. പക്ഷേ പ്രവാസികൾക്കായി നമ്മുടെ രാജ്യം എന്ത് ക്ഷേമ പദ്ധതിയാണ് നടപ്പാക്കുന്നത്? പല കാരണങ്ങളാൽ ഗൾഫിലെ ജോലി പോയി നാട്ടിൽ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് കേന്ദ്രത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും പുനരധിവാസ പദ്ധതിയുണ്ടോ? താൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത കൂറ്റൻ സ്റ്റേഡിയത്തിൻ്റെ പിന്നിൽ പോലും ഇന്ത്യൻ പ്രവാസികളുടെ വിയർപ്പുണ്ടെന്ന് UAE ഭരണാധികാരികൾ പറഞ്ഞത് താങ്കൾ പ്രസംഗത്തിൽ ഓർത്തിരുന്നു. വിയർപ്പും പ്രജ്ഞയും വറ്റിത്തുടങ്ങിയ പ്രവാസികൾക്ക് ഒരു പെൻഷൻ പദ്ധതിയെങ്കിലും വേണ്ടതല്ലേ? എന്തിന് സീസൺ കാലത്ത് പ്രവാസികളെ കൊള്ളയടിക്കുന്ന വിമാന കമ്പനികൾക്ക് മൂക്കുകയറിടാനെങ്കിലും കേന്ദ്രത്തിൻ്റെ കയ്യിൽ വല്ല പ്ലാനുമുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ 7 വട്ടം UAE സന്ദർശിച്ച താങ്കളുടെ കാഴ്ചയുടെ 7 അയലത്ത് പോലും സാധാരണക്കാരായ പ്രവാസികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.